ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുഷ് നായകനായി സംവിധാനം ചെയ്ത് ജൂലൈ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന തമിഴ് സിനിമയാണ് രായൻ. ഇന്നലെ ജൂലൈ 28 ഞായറാഴ്ച ധനുഷിന്റെ 41ാം ജന്മദിനമായിരുന്നു. 1983 ജൂലൈ 28-ന് തമിഴ്നാട്ടിലെ പുതിയ ചെന്നൈയിൽ, അതായത് പഴയ മദ്രാസിൽ ജന്മം കൊണ്ട ധനുഷിന്റെ 50ാമത്തെ സിനിമ കൂടിയാണ് രായൻ. എന്തായാലും 41ാം ജന്മദിനത്തിൽ ധനുഷിന് ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ സിനിമ സമ്മാനിച്ചിരിക്കുകയാണ് രായൻ എന്ന സിനിമയിലൂടെ സൺ പിക്ചേഴ്സും കലാനിധിമാരനും. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1,03,00,000 രൂപയാണ് നേടിയെടുത്തത്. തമിഴ്നാട്ടിൽ നിന്ന് ഓപ്പണിംഗ് കളക്ഷനായി 11 കോടി സ്വന്തമാക്കിയ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 2,35,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. 2024 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തത് ഇന്ത്യൻ 2 ആയിരുന്നു. 13,05,00,000 രൂപയാണ് ഓപ്പണിംഗ് കളക്ഷനായി തമിഴ്നാട്ടിൽ നിന്ന് ഇന്ത്യൻ 2 നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് രായൻ എന്ന സിനിമയാണ്. കർണാടക ഓപ്പണിംഗ് കളക്ഷനായി 1,80,00,000 രൂപ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 40,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ഓവർസീസ് കളക്ഷനായി ആദ്യ ദിവസം 8,10,00,000 രൂപ സ്വന്തമാക്കിയ സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ 24,68,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രം കേരള കളക്ഷനായി 90,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 1,93,00,000 സ്വന്തമാക്കിയ സിനിമയുടെ രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ തമിഴ്നാട് കളക്ഷൻ മാത്രം 12 കോടിക്ക് മുകളിലായിരുന്നു. ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ 23 കോടിക്ക് മുകളിൽ കളക്ഷനാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം രായൻ നേടിയെടുത്തത്. ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 48 കോടി രൂപയാണ്. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ ചിത്രം കേരള കളക്ഷനായി 1 കോടിയോളം രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് വീക്കെൻഡ് കേരള കളക്ഷനായി 2,90,00,000 രൂപയാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. 1,50,00,000 രൂപയ്ക്ക് ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയ ഗോകുല മൂവീസിന് വരും ദിവസങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നേടിയെടുത്ത് വിജയം സ്വന്തമാക്കി കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ചിത്രം തമിഴ്നാട് കളക്ഷനായി 14 കോടിയോളം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഏകദേശം 37 കോടിയോളം രൂപയാണ് 3 ദിവസം കൊണ്ട് ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. 3 ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 75 കോടി രൂപയാണ്. മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത് 2000 തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് ദേവദൂതൻ. ജൂലൈ 26 വെള്ളിയാഴ്ച ഈ ചിത്രത്തിന്റെ 4K റീമാസ്റ്റർ HD പതിപ്പിന്റെ റിലീസിംഗ് ആയിരുന്നു. ആദ്യ ദിവസം ചിത്രം കേരളത്തിൽ 56 സ്ക്രീനിലാണ് പ്രദർശനം നടത്തിയതെങ്കിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ സ്ക്രീനുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. നിലവിൽ 100-ലേറെ സ്ക്രീനുകളിൽ ഈ ചിത്രം കേരളത്തിൽ പ്രദർശനം തുടരുകയാണ്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് 62 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തതെങ്കിൽ ഇന്നലെ മൂന്നാം ദിവസമായ ഞായറാഴ്ച 50 ലക്ഷത്തോളം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 1,12,00,000 രൂപ ഈ ചിത്രം കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം 1 കോടി രൂപ നേടിയെടുത്തിരുന്നു. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1,60,00,000 മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 1-1.5 കോടി റേഞ്ചിലുള്ള ബഡ്ജറ്റിലാണ് ഈ ചിത്രത്തിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കർ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് വിജയം നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് മനസ്സിലാക്കാനാകുന്നത്. മാർവൽ സ്റ്റുഡിയോസിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന സിനിമ ജൂലൈ 26 വെള്ളിയാഴ്ച ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലും ഈ സിനിമയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭ്യമായിട്ടുള്ളത്. കേരളത്തിൽ ആദ്യ 3 ദിവസം കൊണ്ട് 3,70,00,000 രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 3 ദിവസം കൊണ്ട് 50 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. അമേരിക്കയിൽ നിന്ന് മാത്രം $205 മില്യൺ 3 ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയത്. ഈ സിനിമ ലോകമെമ്പാടുമായി 3 ദിവസം കൊണ്ട് $438 മില്യൺ നേടിയെടുത്തത്. ഏകദേശം 3,500 കോടിയോളം ഇന്ത്യൻ രൂപ. ജൂലൈ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ലെവൽ ക്രോസ്. അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ ചിത്രത്തിന് ലഭിച്ചിട്ടില്ല. ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 90 ലക്ഷത്തോളം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ്. GCC ഓവർസീസ് കളക്ഷനായി ഈ ചിത്രം 38 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഏകദേശം 1,30,00,000 രൂപയാണ് ഈ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ജൂലൈ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമ പഞ്ചായത്ത് ജെട്ടിയാണ്. മണികണ്ഠൻ പട്ടാമ്പി, സലിം ഹസൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മഴവിൽ മനോരമയിലെ മറിമായൻ ടീമിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ മികച്ച ഒരു കോമഡി എന്റർടൈനർ സിനിമ എന്ന് പ്രേക്ഷക പ്രശംസ ഈ സിനിമ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ചിത്രം 3 ദിവസം കൊണ്ട് 32 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വിക്കി കൗശൽ നായകനായി ആനന്ദ് തിവാരി സംവിധാനം ചെയ്ത് ജൂലൈ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ബാഡ് ന്യൂസ്.
ലോകമെമ്പാടുമായി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമ 10 ദിവസം പിന്നിട്ട ഈ സിനിമയുടെ ആദ്യ 9 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 60 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. 9 ദിവസത്തെ ഈ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ 29 കോടി രൂപയുമാണ്. അങ്ങനെ 89 കോടി രൂപയാണ് 9 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത്. 10ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലോകമെമ്പാടുമായി 9 കോടിയോളം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 10 ദിവസം കൊണ്ട് 99 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഈ 6 സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.